ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിപ്പോൾ വൺ ബ്ലോക്കാണ് കളിക്കാൻ പോകുന്നത്. ഇത് മൈൻക്രാഫ്റ്റ് ആണോ? അല്ല, എൻ്റെ ഈ ഒരു ഡിവൈസിൽ നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ഇപ്പോഴത്തെ വേർഷനും പഴയ വേർഷനും ഒന്നും വർക്കാകത്തില്ല. അതുകൊണ്ട് തന്നെ മൈൻക്രാഫ്റ്റിൻ്റെ പൂതി ഞാൻ അങ്ങോട്ട് അവസാനിപ്പിച്ചു. ഞാൻ കുറേ തിങ്ക് ചെയ്തു, എല്ലാവരും എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ തിങ്ക് ചെയ്തു. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ്, ഇത്രയും നാൾ ആലോചിച്ചപ്പോഴാണ് എൻ്റെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചത്. അതായത് ഞാൻ ചുമ്മാ ഇരിക്കുന്നതിനൊക്കെ നല്ലത് എന്തെങ്കിലും ചെയ്യുന്നതല്ലേ. ഇപ്പോൾ മൈൻക്രാഫ്റ്റ് ഇല്ല എന്ന് വിചാരിച്ച് കരഞ്ഞ് പിഴിഞ്ഞിരിക്കുന്നതിനൊക്കെ നല്ലത് ഇതിലുള്ള ഈ ഒരു ഗെയിം വെച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രസ് ഉണ്ടാക്കുന്നതല്ലേ അതിൻ്റെ ഒരു രസം. അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ ഒരു ഫോണൊക്കെ വാങ്ങിച്ച് നമുക്ക് മൈൻക്രാഫ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യിക്കാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം നമുക്ക് നമ്മുടെ ഈ ഒരു വൺ ബ്ലോക്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ്, ഐ ആം സ്റ്റാർട്ടിങ് എ ബ്രാൻഡ് ന്യൂ സീരീസ്, അതും വൺ ബ്ലോക്കിൽ. എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇനി ഒരുപാട് വാചകം അടിച്ച് കൊളാക്കുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ബ്ലോക്ക് പൊട്ടിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബ്ലോക്ക്, ഗ്രാസ് ബ്ലോക്കാണ്. സോ അത് നമുക്ക് ആദ്യം തന്നെ പൊട്ടിക്കാം. അപ്പോൾ ആദ്യത്തെ ബ്ലോക്ക് നമ്മളിതാ പൊട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നേ ഇങ്ങനത്തെ സൗണ്ടൊക്കെ ഉണ്ടോ? വല്ലാത്ത പോലെ ഉണ്ട്. എന്തായാലും നമുക്ക് അടുത്ത ബ്ലോക്ക് പൊട്ടിക്കാം. അപ്പോൾ അടുത്ത ബ്ലോക്ക് അശോ, അതായത് പിഗ് സ്പോൺ അയക്കുന്നു. ഞാനൊരു പ്ലാറ്റ്ഫോം പോലും റെഡിയാക്കി ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇവനെ താഴെ വീഴ്ത്താണ്ടൊരു പ്ലാറ്റ്ഫോം റെഡിയാക്കാം കേട്ടോ. താഴെ പോവല്ലേ ഒറ്റക്കാലിലൊക്കെയാണ് ഇവനിവിടെ ഒരു ഏറി നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് താഴോട്ടേക്ക്. അവനിവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് താഴോട്ടേക്ക് എടുത്ത് ചാടി എന്ത് ചെയ്യാനാണ്. ഞാൻ കുറേ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. സോ അടുത്ത് പൊട്ടിക്കാം. അപ്പോൾ ഇങ്ങനെ കുറേ പൊട്ടിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല സാധനങ്ങൾ കിട്ടുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓൾസോ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം കുറച്ചൊന്ന് വലുതാക്കാം. തുമ്പത്തോട്ട് എന്തെങ്കിലും ആടുമാടൊക്കെ സ്പോണായി കഴിഞ്ഞാൽ താഴെ പോവും. സോ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു സ്പേസും പിന്നെ എനിക്ക് നിൽക്കാനും വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു സ്പേസ് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. സോ എന്തായാലും നമുക്ക് കുറേ സ്റ്റോണൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ആ ഒരു സ്റ്റോണും കാര്യങ്ങളൊക്കെ ഞാൻ മൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ആദ്യത്തെ ചെസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെയൊക്കെ പൊട്ടുന്നേ എന്തോ പോലെ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കിട്ടിയെന്ന് നോക്കാം കേട്ടോ. ജംഗിൾ സാപ്ലിങ്ങും പിന്നെ കുറച്ച് മെലണ്, കാക്ടസ്, ഫിഷ്, പൊട്ടറ്റോ, ആപ്പിൾ, അങ്ങനെ കുറച്ച് തിങ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ലതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ചെസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കുറേ മൈൻ ചെയ്യാം കേട്ടോ. ഓ, ഡയമണ്ട്. ബട്ട് ഞാനിത് എങ്ങനെയാണ് മൈൻ ചെയ്തെടുക്കേണ്ടത് നിങ്ങൾ പറ ഗൈസ്. എനിക്കിതൊരു അയൺ പോലും കിട്ടിയിട്ടില്ല, ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് പൊട്ടിച്ച് കളയാതെ വേറെ നിവർത്തിയില്ല. സോ നമുക്കത് പൊട്ടിച്ച് കളയാം. അപ്പോൾ കുറേ നമുക്കിനിയും കുറേ ഇങ്ങനെ പൊട്ടിച്ച് പൊടിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, ഇപ്പോൾ അടുത്തൊരു ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു മേൾക്കൂടെ ഒരു സാധനമൊക്കെ പറന്നുപോയി. ഇതിനകത്ത് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് മെയിനായിട്ട് ക്യാരറ്റും എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ട് പൊട്ടിക്കാം. ഓക്കെ, നമുക്ക് മുമ്പ് ചത്തുപോയ ആ ഒരു ആൾ തിരിച്ചു വന്നിട്ട് എന്തിനാണ് വന്നത്. പിന്നെ നമുക്കത് ഈ ഒരു സാധനം കിട്ടി. ഇതൊക്കെ എന്തിനാണ്? ഞാൻ ഇവിടെ എൻജാനിങ് സ്റ്റേഷൻ ഒന്നും തുടങ്ങുന്നില്ല, ഇരിക്കട്ടെ അല്ലേ. പിന്നെ ഇത് നമുക്ക് പംകിൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പംകിൻ പിന്നെ കുറേ വുഡ് സാധനങ്ങളൊക്കെ. അപ്പോൾ എല്ലാം നമുക്ക് ഇതിനെ കളക്ട് ചെയ്യാം. എന്നാൽ വീണ്ടും ഡയമണ്ട്. എന്തിനാണ് ഈ ഡയമണ്ട്? എനിക്ക് അറിഞ്ഞുകൂടാ അവന്മാർ എന്തിനാണ് എനിക്ക് ഡയമണ്ട് തരുന്നതെന്ന്. സോ അത് പൊട്ടിച്ച് കളയാതെ വേറെ നിവർത്തിയില്ല. അപ്പോൾ നമുക്കിനി കുറേ സാധനങ്ങൾ മൈൻ ചെയ്യാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് അയൺ കിട്ടി ഗൈസ്. നമുക്ക് അയൺ കിട്ടി. അത് വീണ്ടും ഒരു ഡയമണ്ട് കിട്ടി. ഒരു അയൺ കൊണ്ട് എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഈ ഡയമണ്ടും പൊട്ടിച്ച് കളയാം. സോ എന്തായാലും നമുക്ക് കുറേ മൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു. സോ നോക്കാം. ആൻഡ് നമുക്ക് കുറേ ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടെ ബേസിക്കായ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് വലിയ സാധനങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബുക്ക് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒബ്സീഡിയം കിട്ടി. പിന്നെ കുറേ തിങ്സ്. പിന്നെ നമുക്ക് ഈ ഒരു 6 അയൺ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഹെൽപ്ഫുള്ളാണ്. അതൊക്കെ തന്നെ. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു അമ്മയും കുട്ടീനെയും പശുവിനെ കിട്ടി. പിന്നെ ഒരു ആടിനെ കിട്ടി. ഇതിൽ 3 പേരായിക്കഴിഞ്ഞാൽ നമുക്കൊരു ബെഡ് ഉണ്ടാക്കാൻ നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിവിടെ ഒരു പന്നിയും കൂടെ ഉണ്ടെന്ന് കേസ്. അതിനെ കാണുന്നില്ല. അവന്മാർ തന്നെ തള്ളിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവൻ പിന്നെയും പിണങ്ങിപ്പോയായിരിക്കും, എനിക്കറിയത്തില്ല. അതുപോലെ നമുക്കിവിടെ കുറേ ഈ ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ഒന്ന്
സെറ്റ് ചെയ്യണം, മീൻസ് കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആക്കണം ഈ ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ അത് പ്ലാറ്റ്ഫോം ഫുള്ളൊന്ന് കുറേ വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ ബിൽഡിങ് ഐഡിയാസൊക്കെ താനേ വരും. അപ്പോൾ എൻ്റെ ഇൻവെൻട്രി നിറഞ്ഞപ്പോൾ നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്തുനിന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെസ്റ്റ് അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഇത് ഒരു കോഴിയൊക്കെ സൈഡിൽ കയറി നിൽക്കുകയാണ്. തറയെ വല്ല മീൻ തല തല്ലി ചാവൂലേ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം. ചെസ്റ്റ് ഉണ്ടാക്കാൻ എനിക്ക് ഇൻവെൻട്രി സ്പേസ് ഇല്ല, അപ്പോൾ ഒരു സാധനം താഴേക്ക് ഇടാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഒരു വുഡൻ ആക്സ് താഴോട്ട് ഇട്ടിട്ട് ചെസ്റ്റ് എടുക്കാം. ഇനി ഈ ഒരു ചെസ്റ്റ് എടുത്ത് ഇവിടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം, മീൻസ് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെക്കാം. ഒരു ആടിനെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് അവനെ ജസ്റ്റ് ഒന്ന് അടിച്ചിടാൻ നോക്കാം. വേണ്ട മോളെ എന്ന് പറഞ്ഞിട്ട് ആട് താഴോട്ടേക്ക് എടുത്ത് ചാടിയിട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഗൈസ്. ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എങ്ങനെ ബെഡ് ഉണ്ടാക്കും? എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെസ്റ്റ് വന്നിട്ടുണ്ട്. സോ ചെസ്റ്റ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. വെള്ള ബക്കറ്റ് ഉണ്ട്, വാട്ടർ ബക്കറ്റ് ഉണ്ട്, പിന്നെ എന്തൊക്കെ ഉണ്ട്. പ്ലാറ്റ്ഫോം ഒക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഒരു കൃഷി സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹോ ഉണ്ടാക്കി. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഡേർട്ടും പിന്നെ എൻ്റെ കയ്യിലുള്ള വാട്ടർ ബക്കറ്റും പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് നേരെ നമുക്കിത് ഇവിടെ ആയിട്ടൊരു ഒരു ഫുഡ് സംഭവം സെറ്റാക്കാം. ഇതെനിക്കിപ്പോൾ വേണം എന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രസ് വേണ്ടേ. ഇന്ന് എന്തായാലും വീടൊക്കെ ഉണ്ടാക്കാനുള്ള മൈൻഡില്ല, കാരണം എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു ഐഡിയ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. സോ അതുകൊണ്ട് ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ എന്തായാലും വീടൊക്കെ സെറ്റാക്കാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ തന്നെ വീഡിയോ ഉണ്ടാവാനായിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ആയിട്ട് വെള്ളം ഒഴിക്കാം കേട്ടോ. വെള്ളം താഴോട്ട് പോകും, അപ്പോൾ ആ വഴിക്ക് ചിലപ്പോൾ ഞാനും താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗം ഞാൻ സ്ലാബ് വെച്ച് അടച്ച് പകുതിയാക്കി എന്നിട്ടാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഫോർ സേഫ്റ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇനി നമുക്കിവിടെ ഫുൾ ടിൽറ്റ് ചെയ്യാം, സാധനം നടാം, പറിച്ച് തിന്നാം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ ഓക്കെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത് മതി. നമുക്ക് നാളെ ബാക്കി പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർക്കണം. എനിക്ക് ഒരു ധൃതിയില്ല ഗൈസ്, പെയ്യേ മതി. പക്ഷേ സ്കൂൾ ഓപ്പൺ ആവാനായിട്ടുണ്ട് ഗൈസ്. ഇത്രയും വെക്കേഷൻ ടൈം കുറേ ടൈം ഉണ്ടായിരുന്നു, പക്ഷേ പകുതി ടൈം എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല ഗൈസ്. എന്ത് ചെയ്യാനാണ് പറയാം. ഇപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ സ്കൂളൊക്കെ സ്റ്റാർട്ടാവും, പിന്നെ പറയണ്ട, പഠിത്തമായിരിക്കും. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. സോ യാ ഗൈസ്, നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.